രാമേശ്വരം കഫേയിൽ ബോംബ് വെച്ചുവെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങളാണിത്. കണ്ണട വെച്ച് വെളുത്ത തൊപ്പി ധരിച്ചാണ് ഏകദേശം 30 വയസ്സ് പ്രായമുള്ളയാൾ ബോംബ് ഘടിപ്പിച്ച ടിഫിൻ കാരിയർ വെച്ച ബാഗുമായി ഹോട്ടലിൽ എത്തുന്നത്. ഹോട്ടലിൽ പണം നൽകി ഭക്ഷണത്തിനുള്ള ടോക്കൺ വാങ്ങിയ ശേഷം ബാഗ് കൈ കഴുകുന്ന ഭാഗത്ത് വെച്ച് ഇയാൾ കടന്നു കളഞ്ഞു. തുടർന്ന് ടൈമർ വെച്ചാണ് സ്ഫോടനം നടത്തിയത്. ഹോട്ടലിലെ ക്യാമറയിൽ മുഖം പതിയാതിരിക്കാൻ പരമാവധി ഇയാൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ബില്ലിംഗ് കൗണ്ടറിലെ ക്യാമറയിൽ മുഖം വ്യക്തമാണ്. അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. ബൾബ് ഫിലമെന്റാണ് ഡിറ്റണേറ്ററായി ഉപയോഗിച്ചത്. ശിവമോഗ, മംഗളൂരു എന്നിവിടങ്ങളിലുണ്ടായ IED സ്ഫോടനങ്ങൾക്ക് സമാനമായാണ് ഈ സ്ഫോടനമെന്നും പോലീസ് പറയുന്നു. Which feels fit, and we are confident that they are going to take up this within a few hours. NIA ഉൾപ്പെടെയുള്ള ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിന് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതും. ഇന്നലെ കസ്റ്റഡിയിലുള്ള ബംഗളൂരു സ്വദേശിക്ക് പുറമെ ഹുബ്ബള്ളി, ധാർവാഡ് സ്വദേശികളായ 3 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗവും ചേർന്നു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.